അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായി ഊറ്റി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായി പോവരുത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒന്നും അളവ് ഒരിക്കലും കൂടി പോവരുത്. ഞാൻ ഈ പറയുന്ന കറക്റ്റ് അളവ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതൊക്കെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഇതിന് നല്ലൊരു കളർ കിട്ടും. കാശ്മീരി മുളക് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. അതാവുമ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എരിവ് നല്ലോണം കൂടിപ്പോകും. പിന്നെ നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈരും ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുന്നത്. അഥവാ നിങ്ങൾക്ക് തൈര് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് പേസ്റ്റാക്കി എടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാലയ്ക്ക് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കിട്ടും. അതുകൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തായിട്ടും 1 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് എല്ലാ സ്പൈസസും ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ പാത്രം ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 5 ഏലക്ക ഇട്ട് കൊടുക്കാം. 6 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കോലം ചേർക്കാം. 2 പീസ് ജാതിപത്രി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നെ ഇതുപോലുള്ള 2 പീസ് കറുവപ്പട്ട. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്. 1/2 ടീസ്പൂൺ കൊത്തമല്ലി. പിന്നെ 1/4 ടീസ്പൂൺ സാദാ ജീരകം, അതായത് നമ്മുടെ ഈ ക്യുമിൻ സീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഷാജീര. ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ഷാജീര എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതിൽ പറഞ്ഞ ഓരോ ചേരുവയും ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരിക്കലും അളവ് കൂടി പോവരുത്. അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ചേരുവയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ചൂടാറി കിട്ടിയാൽ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് പാൻ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. ഈ ഓയിലും കൂടെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ മുഴുവനായിട്ട് ഈ ഒരു സൈസിലുള്ള 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഏകദേശം ഒരു 1.5 സവാളേൻ്റെ അടുത്ത് ഈ സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു സവാള കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിലായാലും നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറുന്നതിന് മുൻപേ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാലയിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ ഈ സമയം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്.
ഇനി നമുക്കിതിലേക്ക് ഇത്രയും ക്യാരറ്റ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് കുറച്ച് വലുപ്പത്തിൽ നിങ്ങൾ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി, അധികം ആവരുത്. അപ്പോൾ ക്യാരറ്റ് കൂടെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ നിങ്ങൾ ഒരുപാട് ഡാർക്ക് കളർ ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ ബാക്കിയുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 സവാള നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന നമ്മുടെ 4.5 സവാളയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ അതേ എണ്ണയിൽ തന്നെ നിങ്ങൾ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഈ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇത്രയും വഴണ്ട് വന്നാൽ നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വെളുത്തുള്ളിയും ഇത്രയും ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ ഇതിന് വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ എരിവിന് കണക്കായിട്ട് പച്ചമുളക് എടുക്കേണ്ടതാണ്. പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഞാനിപ്പോൾ 1.5 മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റൈസിന് ആവശ്യമുള്ളതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് തക്കാളി ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ള 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നീളത്തിൽ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടും. അപ്പോൾ ഈ തക്കാളി ഉടഞ്ഞ് കിട്ടുന്നവരെ നിങ്ങളിത് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴണ്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത്രയും മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. 1 കൈപ്പിടിയോളം ഉണ്ടിത്. പിന്നെ ഇത്രയും പുതിനയില, ഇത് മല്ലിയിലയിലും കുറച്ച് കുറവ് മതി. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിനയിലയും മല്ലിയിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മസാലപ്പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയതിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. മിക്സായി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ 1/2 ഗ്ലാസ് ചൂടാക്കിയ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാല കുറച്ചൊരു ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും അധികം ആവരുത്, കുറഞ്ഞു പോകാനും പാടില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇത് നമുക്കിനി അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയാണ് വേണ്ടത് നമുക്ക്. ഈ ഒരു മസാല ഉണ്ടാക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ട അരിയും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും ഒരേ സമയം കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ മസാല ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അരി വേവിക്കുന്നത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അധികം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവാനോ അധികം കുറഞ്ഞു പോകാനോ പാടില്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം നമുക്ക് ഇതിന് വേണ്ട റൈസ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 ഗ്രാമ്പൂ, പിന്നെ ചെറിയ പീസ് പട്ട, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഏലക്ക,
അപ്പോൾ ചെറിയ പീസ് ജാതിപത്രി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഇത്രയും ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ക്യാരറ്റ് കൂടെ വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 250 ml കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല, കുഴഞ്ഞു പോവില്ല. അപ്പോൾ ഈ അരി കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിക്ക് 5.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ഭാഗത്ത് നിന്ന് ഒരു 1/4 ഭാഗം കുറവ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ആയതുകൊണ്ട് 5.25 കപ്പ് എടുത്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ 4 കപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ 7.25 കപ്പ് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇരട്ടി അളവ് എടുത്താൽ അരി ഒരുപാട് വെന്തു പോകും. പിന്നെ അതിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അരി ഒരു വേവാത്തതുപോലെയൊക്കെ ഉണ്ടാവും. ഇതാവുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കുമ്പോൾ അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റൈസ് റെഡിയായി കിട്ടുമ്പോൾ ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇതുപോലെ നാരങ്ങാനീര് ചേർക്കുമ്പോൾ അരി തമ്മിൽ ഒട്ടി നിൽക്കില്ല. അപ്പോൾ നമുക്കിത് നന്നായി തിളച്ച് വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അരി ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ അരി ഇടയ്ക്കിടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്കിവിടെ അരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ നെയ്യൊന്ന് ചൂടായി വന്നാൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല മുഴുവനായിട്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മസാലയുടെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിരിക്കുന്ന ഈ സവാളയും പിന്നെ ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, പുതിനയില ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയറായിട്ട് റൈസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ നീരിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അരിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഗരം മസാല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും ചോറ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലൂടെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ 3 ലെയറായിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ ഒട്ടും തന്നെ ആവി പുറത്തേക്ക് വരില്ല, നന്നായിട്ട് ഇത് ദമ്മായി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് നിങ്ങൾ വയ്ക്കണം. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളിത് തുറന്ന് നോക്കരുത്. ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയായെന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ചോറ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് മസാലയായിട്ട് ഒരിക്കലും മിക്സ് ആവരുത്, ചോറ് മാത്രമേ നിങ്ങൾ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി പാടുള്ളൂ. എന്നിട്ട് ഈ മുകൾ ഭാഗത്തെ റൈസ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആദ്യം അടിഭാഗത്ത് നിന്ന് മസാല എത്രയാണോ മസാല ആവശ്യമുള്ളത് അത്രയും നിങ്ങൾക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി പൊരിച്ച ചിക്കൻ ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും.